പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ഫോർഡ് Q350 എന്ന 350 വാട്ട്സ് വരുന്ന സൗണ്ട് ബാർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു 350 വാട്ട്സ് വരുന്ന സൗണ്ട് ബാറിൻ്റെ സൗണ്ട് ടെസ്റ്റും അതിൻ്റെ ക്വാളിറ്റിയും വിലയും കാര്യങ്ങളും എല്ലാം ചേർത്തൊരു അടിപൊളി വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 350 വാട്ട്സ് വരുന്ന നമ്മുടെ മിവിയുടെ ഫോർഡ് Q350 എന്നുള്ള സൗണ്ട് ബാർ. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ഈ ഒരു സൗണ്ട് ബാറിൻ്റെ വീതി തന്നെ നോക്കിക്കേ, എന്ത് വലിപ്പമുള്ള ഒരു സൗണ്ട് ബാറാണ് നോക്കിയത്. അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല വെയിറ്റ് ആണ്. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ ഈ ഒരു സൗണ്ട് ബാർ 2.1 ചാനലാണ് കേട്ടോ. 2.1 അതായത് നമുക്ക് 2 സ്പീക്കറും അതേപോലെ തന്നെ ഒരു സബും 2.1 എന്ന രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ 2.1 ആണ്. പക്ഷേ 2.1 ആണെങ്കിലും ഇതിൽ നമുക്ക് 4 ഡ്രൈവേഴ്സ്, അതായത് 4 സ്പീക്കറുകൾ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. 2.1 ചാനൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചാനലാണ്, ഔട്ട്പുട്ടാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. ഈ 2 സ്പീക്കറിലും ഈ ഒരു ചാനലും, ഈ 2 സ്പീക്കറിലും ഈ ഒരു ചാനൽ. അപ്പോൾ 2.1 ചാനലാണ് നമുക്ക് ഈ ഒരു സൗണ്ട് ബാർ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത് ഇതെല്ലാം കൂടെ 350 വാട്ട്സ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിലൂടെ ലഭിക്കുന്നത് 24 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. പണ്ട് നമ്മളൊരു എന്താ പറയുക, ഒരു ആംപ്ലിഫയറോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും വലിയ, അതായത് വലിയ ഭീമനായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സൗണ്ട് ബാറിലേക്കൊക്കെ വരാൻ നേരം കുഞ്ഞൻ ഇതേപോലുള്ള അഡാപ്റ്ററുകളാണ് ഈ ഒരു സാധനത്തിനെ ചാർജ് ചെയ്ത് പവർ ചെയ്യുന്നത്. അതായത് അതിന് കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 24 വോൾട്ട് DC, അതും DC വോൾട്ടേജ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു പ്രൊഡക്റ്റ് അവർ അയച്ചു തന്നപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് 2 ബാറ്ററി കൂടെ അയച്ചു തന്നു കേട്ടോ. സാധാരണ സൗണ്ട് ബാറൊക്കെ വരാൻ നേരം ബാറ്ററി പിന്നെ എൻ്റെ വീട്ടിലെ സൗണ്ട് ബാറിൻ്റെ ബാറ്ററി എടുത്താണ് ഞാൻ ഇടുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് 2 ബാറ്ററി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ബാറ്ററി ഉണ്ടാവണമെന്നില്ല, എന്തായാലും എനിക്ക് അയച്ചു തന്നപ്പോൾ 2 ബാറ്ററി കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ ബോക്സിൽ ഇതേപോലെ ഒരു പച്ച കാർഡ് കാണും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തപ്പോഴത്തേക്കും കീറിപ്പോയി കേട്ടോ. വേണ്ട, വാറണ്ടി കാർഡാണ്. അതായത് നിങ്ങൾ വാങ്ങുന്ന ആ ഒരു ബില്ല്, ഇതിലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു QR കോഡിലേക്ക് നമ്മൾ വാട്സപ്പ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നേരെ വാട്സപ്പിലേക്ക് പോകും. അല്ലെങ്കിൽ ബാക്കിലായിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ആവുന്നതാണ്. 1 വർഷത്തെ വാറണ്ടിയാണ് നമുക്ക് ഈ ഒരു സൗണ്ട് ബാറിന് ലഭിക്കുന്നത്. പിന്നെ നമുക്കിത് ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ഓക്സ് കേബിൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓക്സ് കേബിൾ ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു ഹമ്മിങ് ഈ ഒരു സംഭവത്തിന്, അതായത് നമ്മുടെ ഈ സൗണ്ട് ബാറിന് വരാറുണ്ട്. ഓക്സിൽ കണക്ട് ചെയ്യാൻ നേരം ഏത് സൗണ്ട് ബാർ ആയിക്കോട്ടെ അതിന് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കേബിൾ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു കേബിൾ മാറ്റിയിട്ട് ഒപ്റ്റിക്കൽ കേബിളോ നമ്മുടെ കോവാക്സിയലോ അല്ലെങ്കിൽ HDMI കൊടുക്കുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. അതൊരു സജഷനാണ് മിവിക്കും, അത് മറ്റുള്ള എല്ലാ ബ്രാൻഡിനോടും ഞാൻ പറഞ്ഞ സജഷനാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ സൗണ്ട് ബാറിൻ്റെ ഭംഗി തന്നെ നമുക്ക് ആദ്യം പറയാം. നല്ലൊരു പ്രീമിയം ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് വരെ കൊണ്ടുവന്നുള്ള സൗണ്ട് ബാറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു സൗണ്ട് ബാറിന് നമ്മുടെ മിവി ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബോക്സി ഫിനിഷാണ് കേട്ടോ. നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ബോക്സി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ബാക്കിലോട്ട് വരുമ്പോൾ ഒരു ഗ്ലോസി ബ്ലാക്ക്, ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം. ആ ഒരു ഫീൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്ക് അറിയണം. ഇത് കണ്ടോ, വാവ്, നോക്കിയേ ആ ഒരു തിളക്കം കണ്ട. ഒരു ഗ്ലോസി ഫിനിഷിലാണ് നമ്മുടെ ഈ ഒരു സൗണ്ട് ബാർ വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ താഴെ നമുക്ക് 2 റബ്ബറിൻ്റെ ഒരു സ്റ്റാൻഡ് കാണാൻ സാധിക്കും. കാരണം ഇത് നോർമലി മേശപ്പുറത്തൊക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ പാട്ടൊക്കെ ഇടുന്ന സമയത്ത് ഇതിങ്ങനെ വിറച്ച് അങ്ങ് പോകും. പക്ഷേ റബ്ബർ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അടങ്ങിയിരുന്നോളൂ. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഇതിൻ്റെ ബട്ടൺസ് ആണ്. അതായത് നോർമലി എല്ലാ സൗണ്ട് ബാറിൻ്റെ ഇവിടെ ഈ ഒരു വശത്തൊക്കെ ആയിട്ടാണ് ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു സൗണ്ട് ബാറിലേക്ക് വരുമ്പോൾ നമ്മുടെ മുകൾ വശത്തായിട്ടാണ് അതായത് ഇവിടെ ആയിട്ടാണ് ഇങ്ങനെ നമ്മുടെ ബട്ടൺസ് കൊടുത്തിരിക്കുന്നത്. കാരണം റിമോട്ടും കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ പലത്തും തപ്പി നടക്കാറുണ്ട്. അപ്പോൾ റിമോട്ട് കിട്ടാൻ സാഹചര്യം വരുവാണെങ്കിൽ സൗണ്ട് ബാർ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെ പോയി നമ്മൾ കൈയൊക്കെ ഇട്ട് പണിയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് സൗണ്ട് ബാറിൻ്റെ മേളിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഭംഗിയായിട്ട് തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് ഓണാക്കാം, ഓഫാക്കാം, പാട്ട് നെക്സ്റ്റ് അടിക്കാം. അടുത്തായിട്ട് ഇതിൻ്റെ കണക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് 24 വോൾട്ടിൻ്റെ ഒരു സ്ലോട്ട് കാണാൻ സാധിക്കും. നമ്മുടെ അഡാപ്റ്റർ കുത്താനുള്ള സ്ലോട്ട്. അതിന് തൊട്ടിപ്പറയാൻ ഒരു USB പോർട്ട് കാണാൻ സാധിക്കും. പിന്നെ തൊട്ടിപ്പറയാൻ ഒരു ഓക്സ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, കോയാക്സിയൽ കൊടുത്തിട്ടുണ്ട്, ഒപ്റ്റിക്കൽ കൊടുത്തിട്ടുണ്ട്, HDMI കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ലോട്ട്സും അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ സബ്ബാണ് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ ഞാൻ ഇത്രയും ഹൈപ്പോടുകൂടി സബ് എന്ന് പറയാനുള്ള കാരണം വയർലെസ് ആണ് കേട്ടോ. അതായത് ഒരു വയറോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു AC കോഡ് കണ്ട, ഈ ഒരു AC കോഡ് എടുത്ത് നമ്മുടെ ഹോളിലോ റൂമിലോ എവിടെയാണോ സ്ലോട്ട് ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. വയർലെസ് ആണ്.
തന്നെ നമ്മുടെ സൗണ്ട് ബാറുമായിട്ട് കണക്ട് ആയിക്കോളും. നല്ല അടിപൊളിയായിട്ട് അവിടെ കിടന്ന് ഇടിച്ചോളും. ഒരു വയറോ കാര്യങ്ങളോ ഒന്നും പേടിക്കണ്ട. കാരണം നമുക്ക് ഇതിന് മുന്നേ മിവി അവരുടെ ഫോർട്ടസ് 200 അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വയർഡ് സബ് ഊഫർ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു വയർലെസ് എന്ന് ഇറക്കാതെ വയർലെസ് സബ് ഊഫർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബ് ഊഫറിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പെൻഡ്രൈവ് സ്ലോട്ട് കാണാൻ സാധിക്കും. ഇവിടെ ആരും കൊണ്ട് പെൻഡ്രൈവ് കുത്തരുത്. കാരണം ഇത് നമ്മുടെ എന്തെങ്കിലും അപ്ഡേഷൻ വരുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരാൻ നേരം ആ ഒരു അപ്ഡേഷൻ ചെയ്യാനുള്ള ആ ഒരു സ്ലോട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ട് ബാറിനെ നമുക്കിവിടെ കണക്ട് ചെയ്തിട്ട് ഇവന്റെ വർക്ക്, അതായത് 350 വാട്ട്സ് ഉണ്ട്, ഇവൻ പതറുവോ, അതേപോലെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുത്തായിട്ട് നമുക്ക് നോക്കിയേക്കാം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ ഒരു സൗണ്ട് ബാറിന്റെ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുന്നേ ഹെഡ്ഫോൺ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സൗണ്ട് ബാർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ് നമ്മൾ തൊട്ട് താഴെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പാട്ട് പ്ലേ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഫുൾ അപ്പോഴേ ഇപ്പൊ കിടക്കുന്നത് മ്യൂസിക് മോഡാണ് കേട്ടോ. നമുക്ക് മോഡ് മാറ്റാം, അടുത്ത മൂവി മോഡിലോട്ടാക്കാം. മൂവി മോഡ്. ഓക്കെ, ഇതിപ്പോ മൂവി മോഡാണ്. അപ്പൊ ആ ഒരു സൗണ്ടിലുള്ള ഒരു വ്യത്യാസം ഞാൻ നമുക്ക് കേൾപ്പിച്ചു തരാം. മൂവി മോഡിലോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ ബാസ് ബൂസ്റ്റ് ആയി അല്ലേ. ബാസ് ബൂസ്റ്റ് ആയിട്ട് ട്രിബിൾ കുറച്ച് കുറഞ്ഞു. അപ്പൊ നമുക്ക് മ്യൂസിക് മോഡ് ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. മൂവി മോഡ് ഇടാം. Movie mode. Music mode. ഇത് ഇവിടെ അതായത് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഈ സാധനം പതറിയിട്ടില്ല ഇതുവരെ. പല മോഡുകൾ ഇട്ടു, ഇനി ഒരുപാട് മോഡുകളുണ്ട്. അതായത് 3D മോഡുണ്ട്, ന്യൂസ് മോഡുണ്ട്, അങ്ങനെ 4 മോഡുകളാണ് നമ്മുടെ ഈ ഒരു സൗണ്ട് ബാറിൽ വരുന്നത്. എന്തായാലും സൗണ്ട് ബാർ ഒരു രക്ഷയില്ല, കിഡിലൻ സാധനം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ഒരു സൗണ്ട് ബാർ ഒഫീഷ്യലി ലോഞ്ച് ആയിരിക്കുകയാണ്. നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,000 രൂപയാണ്, അതായത് 10,999. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 500 റുപ്പീസ് ഓഫ് കിട്ടുന്നതാണ്. 500 രൂപ നമുക്ക് ഇതിൽ നിന്ന് ഓഫ് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ മിവിയുടെ ഫോർട്ട് Q350 എന്നുള്ള ഈ ഒരു 350 വാട്ട്സിൻ്റെ സൗണ്ട് ബാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രൊഡക്റ്റ് വൈസ് ഓക്കെയാണ്, അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു സൗണ്ട് ബാറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മോഡുകളാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്, അതായത് മ്യൂസിക് മോഡ്, അതേപോലെ തന്നെ മൂവി മോഡ്, ന്യൂസ് മോഡ്, 3D മോഡ്. ഇതിന് മുന്നേ ഇറങ്ങിയ സൗണ്ട് ബാർസ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ഒരു ഒരു ക്വാളിറ്റിയിലൊരു വ്യത്യാസം, അതായത് അതിൻ്റെ അകത്ത് ഒരു പെർഫോമൻസിലൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സൗണ്ട് ബാറിൽ. അതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ ഗോവിൻ, സൈനിങ് ഔട്ട്.